ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പന്മാരെ കുറിച്ചാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ആ ആൻസർ, ആ കൊമ്പന്മാർ ആരെന്നൊക്കെ ചോദിച്ചുള്ള ആൻസർ നിങ്ങളുടെ എൻ്റെ തമ്പനയിൽ കാണുന്നതാണ്. സോ എൻ്റെ ഈ പ്രാവശ്യത്തെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പന്മാരായ നിഫ്റ്റിയിലെയും ഏറ്റവും വലിയ കൊമ്പനായ റിലയൻസിനെ കുറിച്ചും അതേപോലെ നിഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയ HDFC ബാങ്കിനെ കുറിച്ചും എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലെ ഏറ്റവും വലിയ കൊമ്പനായ HDFC ബാങ്കിനെ കുറിച്ചുള്ള, അതായത് റിലയൻസിനെ കുറിച്ചും HDFC ബാങ്കിനെ കുറിച്ചും രണ്ട് കൊമ്പന്മാരെ കുറിച്ചുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടാണ് എൻ്റെ ഈ വീഡിയോയിലേക്കുള്ളത്. എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നതാണ് HDFC ബാങ്ക് അതായത് സ്റ്റോക്കിനെ കുറിച്ചുള്ള മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ട് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. സോ എല്ലാ സ്റ്റോക്കിനെ കുറിച്ചും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് റിപ്പോർട്ട് എടുക്കാം, പക്ഷെ അത്രത്തോളം ഞാനത് ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രണ്ട് കൊമ്പന്മാരെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് എവിടെ തരുന്നത്. രണ്ട് കൊമ്പന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ അറിയാം, രണ്ട് കൊമ്പന്മാർ റിലയൻസും HDFC. റിലയൻസ് ആണെങ്കിൽ മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. HDFC ബാങ്ക് നിങ്ങൾ നോക്കുമ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരാൾ മുകളിലോട്ടും പോകുന്നു, ഒരാൾ താഴോട്ടും പോകുന്നു. രണ്ട് കൊമ്പന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്കാണ് ഏവർക്കും ഞാനൊരു സ്വാഗതം പറയുന്നത്. സോ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യമേ തന്നെ നമുക്ക് HDFC ബാങ്കിൻ്റെ നോക്കാം. സോ HDFC ബാങ്ക് എന്ന് പറയുമ്പം ഈ വർഷം 2023 തുടങ്ങി ഒരു കൈ വന്നത്, ആ ഹൈ വന്ന ശേഷം ഈ ജാനുവരിയിൽ അവർ HDFC ബാങ്ക് HDFC വേണ്ടി മെർജായതിനു ശേഷം വന്ന റിസൾട്ട് വല്ലാത്ത നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു. ആ ഒരു മന്ത് അവൻ അടിച്ച് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ആ ഒരു ഫെബ്രുവരി മാസം ഒരു 1364 ഭാഗത്തേക്ക് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് അവൻ തിരിച്ച് കയറി ആ വന്ന പ്രീവിയസ് ഹൈയും ബ്രേക്ക് ചെയ്ത് ഒരു നല്ലൊരു സ്ട്രോങ് ക്രോസിങ് വന്നത് കഴിഞ്ഞ നവംബർ മാസമായിരുന്നു. കഴിഞ്ഞ നവംബർ മാസം HDFC ബാങ്കിൻ്റെ ഹയസ്റ്റ് ക്രോസിംഗ് ആയിരുന്നു സംഭവിച്ചത് 1796. നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് HDFC ബാങ്ക് 1871 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എവർ ക്ലോസിങ്ങിൻ്റെ ഭാഗത്താണ് HDFC ബാങ്ക് നിൽക്കുന്നത്. വളരെ കുറേ നാൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഏകദേശം 1720-നും 360 എന്ന് പറഞ്ഞ ഈ ഒരു 300 ഭാഗത്തിനിടയ്ക്ക് ശേഷം വന്നതിന് ശേഷം ആശാൻ ബ്രേക്ക് വന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് പൊട്ടി ആദ്യമായിട്ടാണ് ആശാൻ ഒരു ബ്രേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ ക്ലോസിംഗ് ആണ് HDFC ബാങ്കിനെ സംബന്ധിച്ച്. സോ അതിന് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള HDFC ബാങ്കിന് ഒരു ഹയസ്റ്റ് എവർ ക്ലോസിംഗ് ആണ് സംഭവിച്ചത്. സോ HDFC ബാങ്ക് മാർക്കറ്റ് പ്രകാരം എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് ഒരു അനലൈസ് നടക്കാം. സോ HDFC ബാങ്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയൊരു വീക്കിലി ഹയസ്റ്റ് എവർ ക്ലോസിംഗ് ആണ് സംഭവിച്ചത്. കഴിഞ്ഞ വീക്കിലെക്കാട്ടിയും കഴിഞ്ഞ വീക്കിൽ ഏകദേശം 1856 ക്ലോസ് ചെയ്തത് ഈ ആഴ്ച 1871 ഭാഗത്തേക്ക് അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഹയർ ഓൺ ഹയർ ക്ലോസിങ്ങിലാണ് HDFC ബാങ്ക് നിൽക്കുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് 1880 എന്ന് പറഞ്ഞ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. കഴിഞ്ഞ വീക്കിൻ്റെ ഹൈ ആണ്, ഈ വീക്കിൽ ആ ഭാഗത്തൊരു ഹൈ വന്നിട്ടുണ്ട്. സോ 1880 മുകളിൽ HDFC ബാങ്ക് നിൽക്കുകയാണെങ്കിൽ HDFC ബാങ്കിനെ സംബന്ധിച്ച് പുതിയ ഹൈ ആണ്. ആ പുതിയ ഹൈ എന്ന് പറയുമ്പോൾ 1911, അതിന് മുകളിൽ 1966, അതിന് മുകളിൽ 2020 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ HDFC ബാങ്കിൻ്റെ അഭിലാഷമായി HDFC ബാങ്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ HDFC ബാങ്കിന് ട്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ ദീർഘമായ ഒരു അഭിലാഷമാണ് 2000 എന്ന നമ്പർ കാണുന്നത്. സോ ആ 2000 എന്ന നമ്പർ കാണാനുള്ള അധികം താമസമൊന്നും വേണ്ടതാണ് എൻ്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ അനലിസ്റ്റുമായിട്ട് വിചാരിക്കുന്നത്. മിക്കവാറൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ HDFC ബാങ്ക് 2000 എന്ന് പറഞ്ഞ മാജിക് നമ്പറിലേക്ക് എത്തുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, 1880 മുകളിൽ HDFC ബാങ്ക് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 1911, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 1966, അതിന് മുകളിൽ നിൽക്കുകയെങ്കിൽ 2020 എന്ന് പറഞ്ഞ മാജിക് നമ്പറിലേക്ക് പോകാനുള്ള ചാൻസ് HDFC ബാങ്കിനെ കുറിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ചിലർ പറയും മുകളിലോട്ടുള്ള സിനാരിയോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, താഴേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? HDFC ബാങ്കിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ വീക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയായ 1827 താഴെ പൊട്ടുകയാണ്. ഈ വീക്കിൻ്റെ ലോ ആയ 1827 താഴെ അവൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവൻ 1800 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ നിൽക്കുമെങ്കിൽ എന്താണ്
ഈ ഒരു 1762 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവ്. ചുരുക്കി പറഞ്ഞാൽ 1827 എന്ന് പറഞ്ഞാൽ ഈ വീക്കിൻ്റെ ലോ പൊട്ടുകയാണെങ്കിൽ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുമ്പോൾ താഴേക്ക് ഇറങ്ങുവാനും ഈ പറഞ്ഞ കുറേ 1800, 1760 അതിന് താഴെ നിൽക്കുമ്പോൾ ഈ POC ആയ 1742 വരാനുള്ള ചാൻസ് HDFC ബാങ്കിന് വളരെയധികം കൂടുതലാണ്. സോ ഇത് നമ്മൾ HDFC ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് നെഗറ്റീവ് ന്യൂസുകൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച HDFC ബാങ്കിനെ സംബന്ധിച്ച് സെബി ഒരു ഒരു വാർണിംഗ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എന്താണ് HDFC ബാങ്കിന് കൊടുത്തിരിക്കുന്ന HDBയുടെ സ്റ്റേക്ക് സെയിൽ 2500 കോടിയുടെ സ്റ്റേക്ക് സെയിലുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു വാർണിംഗ് ലെറ്റർ HDFC ബാങ്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർണിംഗ് ലെറ്റർ പ്രകാരം ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് HDFC ബാങ്ക് വെള്ളിയാഴ്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ വൈകിട്ടായപ്പോൾ അടപടലം മാർക്കറ്റ് കയറിയപ്പോൾ കൂടെ അവനും കയറി മുന്നിൽ നിന്ന് അവൻ നയിക്കുകയാണ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ കയറ്റാൻ വേണ്ടി നയിച്ചത് HDFC ബാങ്ക് തന്നെയായിരുന്നു അന്ന്. സോ HDFC ബാങ്ക് അങ്ങനെയാണ് ഹയസ്റ്റ് ക്ലോസിംഗിലേക്ക് അവനെ കൊണ്ടുവരാൻ സാധിച്ചത്. അതുകൊണ്ട് ആ ഒരു ന്യൂസ് HDFC ബാങ്കിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ ന്യൂസാണ്. അപ്പം HDFC ബാങ്ക് എന്താണ് ഈ സെബി കൊടുത്ത ലെറ്ററിന് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടിനനുസരിച്ച് ഭാവിയിലുള്ള ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണം HDFC ബാങ്ക് കാണിക്കുന്നതാണ്. സോ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള HDFC ബാങ്കിൻ്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു വ്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഓയിൽ രംഗത്തെ ഭീമൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലയൻസിന് കുറച്ച് ന്യൂസ് ഉണ്ടായി. റിലയൻസിന് എന്ത് ചെയ്തു? റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു റഷ്യൻ ഓയിൽ കമ്പനിയുമായിട്ടുള്ള ഒരു ലോങ് ടേം ഒരു ഡീല് റിലയൻസ് സൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു ബിഗ് വിന്നാണ് റിലയൻസ് സംബന്ധിച്ച്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, റഷ്യൻ ഓയിൽസിനെ കുറച്ചും കൂടെ വരുന്ന സമയത്ത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഓയിലിൻ്റെ ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ച് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അത് റിലയൻസിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. അതുകൂടാതെ റിലയൻസ് കുറച്ച് നവി മുംബൈയുടെ IAEAയിൽ കുറച്ച് എമൗണ്ട് സ്റ്റേക്സ് വാങ്ങിച്ചിട്ടുണ്ട്. 1600 കോടി സ്റ്റേക്ക് വാങ്ങിച്ചു. പിന്നെ റിലയൻസിനെ സംബന്ധിച്ച് ഒരു ബോണസ് വന്നതിന് ശേഷം ആശാന ഈ സാധനം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ആ ബോണസ് അനൗൺസ് ചെയ്ത ഭാഗം ഈ സമയം ജൂലൈക്ക് ശേഷം ഈ സമയത്തേക്കാണ് ബോണസ് അനൗൺസ് ചെയ്തത്, സെപ്റ്റംബറിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് അവ ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്ന് ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം 2022 ഏപ്രിൽ മാസം വന്ന ഹൈയെ പൊട്ടിയാണ് റിലയൻസ് കയറിപ്പോയത്. സോ ആ ഹൈയുടെ പൊട്ടി താഴേക്കാണ് അവൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് 1178 എന്ന് പറഞ്ഞാൽ 50 DMA SMA വളരെ ഞാൻ SMA 50 സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതാണ്. സോ ഈ 50 SMAയുടെ ഭാഗത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളാണ്. ഇപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് റിലയൻസ് എന്ന് വെച്ചാൽ ഓരോ മന്തും പുതിയ ലോസ് ഉണ്ടാക്കി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചൊരു പോസ് വേണം. കഴിഞ്ഞ പ്രാവശ്യം റിലയൻസ് പറഞ്ഞതെന്ന് വെച്ചാൽ റിലയൻസ് അവരുടെ ജിയോ സെപ്പറേറ്റ് IPOക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു കരക്കമ്പിയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കരക്കമ്പി കറക്റ്റ് ആവുമോ എന്ന് ഇനി വരാൻ 3 ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതുകൂടാതെ നമ്മുടെ തേർഡ് Q3യുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ അടുത്ത മാസം Q3 റിസൾട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. സോ അത് റിലയൻസ് എങ്ങനെ പെർഫോം ചെയ്യും? ജിയോയ്ക്കാണോ റിസൾട്ട് വരുന്നത്, അതോ റീറ്റെയിലിനാണോ, അതോ പെട്രോളിയത്തിൻ്റെ ഗ്രോസ് GRM കൂടുമോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയായിരിക്കും ഇനി വരാവുന്ന റിലയൻസിൻ്റെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ്. അപ്പോൾ സോഫാർ റിലയൻസിനെ സംബന്ധിച്ച് ഒരു ബേസ് ട്രെൻഡിലേക്കാണ് റിലയൻസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് റിലയൻസിൻ്റെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു റിവ്യൂ പ്രകാരം റിലയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് ട്രജക്ടറിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം ആശ ഇങ്ങനെ. സോ ഈ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തു നിന്ന് ആശാന് ഇറങ്ങി നിന്ന് ഇവിടുന്ന് അടിച്ചു തുടങ്ങിയാണ് 1400 1500ൻ്റെ ഭാഗത്തൊക്കെ കടന്നവൻ ഇങ്ങനെ അടിച്ചടിച്ച് താഴേക്ക് ഇറങ്ങി ഹൈ ബ്രേക്കിൽ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയാണ്. ആ ഒരു വീക്ക് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. സെപ്റ്റംബർ മാസത്തെ വീക്കിലൊക്കെ തുടങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇറക്കി ഇങ്ങനെ പുതിയ നിങ്ങൾ ഓരോ വീക്കിലും പുതിയ ലോ ഉണ്ടാക്കി ഇവിടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോയാൽ കഴിഞ്ഞ പ്രാവശ്യം 17 നവംബറിൽ നമ്മളെ ലാസ്റ്റ് ഡൗൺവേർഡ് വന്ന ആ നവംബർ 23,300 നിഫ്റ്റി വന്ന സമയത്ത് ആശാൻ ഒരു ഡൗൺവേർഡ് സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് തിരിച്ച് കയറി പോകാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ ആ ശ്രമം അങ്ങോട്ട് വിജയിച്ചിട്ടില്ല. 1315 എന്ന് പറഞ്ഞ ഒരു വീക്കിലി ഹൈക്ക് മുകളിൽ പോയാൽ മാത്രമേ
ഈ വീക്കിൻ്റെ കഴിഞ്ഞ വീക്കിൻ്റെ POC ആയി 1013-15 മുകളിൽ നിന്നാൽ മാത്രമേ റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഒരു ബുള്ളിഷ് മൂവ് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1412 എന്ന് പറഞ്ഞാൽ ഈ ഒരു വിർജിൻ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രസ്റ്റ് എടുത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 1315 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഈ ഭാഗത്തുണ്ട്. 1337 എന്ന് പറഞ്ഞാൽ ഈ POC ഉണ്ടെങ്കിൽ കൂടി ഈവൻച്വലി റിലയൻസിനെ സംബന്ധിച്ച് 1410 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം ഓർത്തോളുക, ഈ 1216 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ ആ 17-11 വന്ന ആ വീക്കിലെ നവംബർ മാസം 17-ാം തീയതി വന്ന ആ വീക്കിൻ്റെ ലോ പൊട്ടുകയാണെങ്കിൽ 1179 അതിന് താഴേക്ക് വീണ്ടും ഒരു സെല്ലിങ്ങിലേക്ക് പോകാനുള്ള ചാൻസ് റിലയൻസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. സോ റിലയൻസിനെ സംബന്ധിച്ച് 1215 എന്ന് പറഞ്ഞ 16 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ റീസെൻ്റായിട്ട് വന്ന ലോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ 1179 എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു സപ്പോർട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തേർഡ് ബാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാനും ആ ഭാഗത്തേക്കാണ് 50 SMA ഉള്ളത്. അത് പൊട്ടുകയാണെങ്കിൽ റിലയൻസിൽ മാരകമായ സെല്ലിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സോഹാർ എന്നെ സംബന്ധിച്ച് മുകേഷ് അംബാനി ഇന്ത്യയിലെ നമ്പർ 1 പണക്കാരനാവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇപ്പം ഇടയ്ക്ക് രണ്ടാമതൊക്കെ പോയായിരുന്നു. സോ അദ്ദേഹം അത് ഗൗതം അദാനിയുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് പോലെ സ്വന്തം കമ്പനിയെ നോക്കാനും ആശാൻ ശ്രമിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ റിലയൻസിനെയും HDFC ബാങ്കുമായി 2 കൊമ്പന്മാരുടെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ.